എന്റെ പൊന്നെ ഞങ്ങൾ ഭയങ്കര സങ്കടത്തിൽ പെരയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണോ. 6 ആട്ടെണ്ണൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. പോക്കർത്തരം എന്ന് പറഞ്ഞാൽ ഇവന് കല്യാണ അടുത്ത മാസം കണ്ട് പറഞ്ഞു വെച്ചേക്കണേ ജൂലൈയിൽ. ഇവൻ പെണ്ണുപിടിയനാണ്. പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ശരി കള്ളവടിക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനെ കുറിച്ച് മോശമായിട്ട് മോശമായിട്ട് വീഡിയോ ഇട്ടു. പക്ഷെ ഇന്നലെ ഈ പാവം കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഞാൻ ആത്മഹത്യ വരെ ചെയ്യാൻ പോവാണ്, വൈപ്പിൻ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിച്ചാവുകയെന്ന് പറയും. എന്താ കാര്യം എന്നറിയാം. അതുപോലെ വിഷമമായി പോയി ഈ പൊന്നിന്. കാരണമല്ല ഈ മുത്ത് ഇന്നലെ കുറേ കരഞ്ഞില്ല. ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുക. ഇപ്പോൾ താമസിക്കുന്ന എവിടെയെന്നറിയോ? ലോഡ്ജ് റൂമിൽ. വീട്ടിലേക്ക് പോയിട്ടില്ല, കാരണം അവിടെ ചെന്ന് അമ്മ തല്ലും. ഈ വീഡിയോ കണ്ടല്ലോ, ഇങ്ങനെ സംഭവം ഉണ്ടായെന്നാണ് വീട്ടിൽ ചോദിക്കണേ. അമ്മൂമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്, മിസ്റ്റർ ആറാട്ടണ്ണൻ, നമ്മളെ ഒരു ഗുരുവിന്റെ സ്ഥാനം, ഒരു ചേട്ടന്റെ സ്ഥാനത്തിലാണ് നമ്മൾ കണ്ടത്. പക്ഷേ തലമുറയിൽ ഒരുപാട് പേർക്ക് സൗഹൃദം ഉണ്ടാവും. സൗഹൃദം ഉണ്ടായാലും ഇങ്ങനെ പുള്ളി ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമില്ല. നടന്നാലും ഇല്ലെങ്കിലും അത് നടന്നില്ലെങ്കിൽ പുള്ളിക്ക് എന്താണ് മനസ്സിലായത്? ഇവന് ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്കിൽ 1000 പെൺകുട്ടികളാണ് ഓരോ ദിവസം കാണാൻ പറ്റുമെന്ന് ചോദിക്കണം. അല്ലേ വിഷ്ണു? അല്ലേ? നമ്മൾ ഒരു ദിവസം ഓടിയില്ലേ? ഈ മൈക്ക് പിന്നെ തിന്നാൻ വെച്ചേക്കാണ്. അപ്പൊ അത് മറ്റേ എന്താ പറയാ, ഒരുപാട് പേര് ചിലര് നല്ല രീതിയിൽ വിളിക്കും. മോനെ കുട്ട സുഖമല്ല എന്നൊക്കെ പറഞ്ഞ മോനെ കുട്ടാന്ന് വിളിക്കണ്ട്. അതിലെ കുട്ടാന്നുള്ള കൂ മാത്രമേ ഉള്ളൂ. ബാക്കി മറ്റേ വിളിക്കും. എടുത്തു പോകുമ്പോഴേ അറിയൂല. അതിനെ കുറിച്ചൊന്നും പറഞ്ഞോട്ടോ, നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. ഇവന് രാത്രി വീഡിയോ കോളില് സ്ത്രീകളെ നഗ്നരായിട്ട് വന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറയാം ഏത് നമ്പറാന്ന് പറയാൻ ഞങ്ങൾ ചോദിച്ചു വിളിക്കാൻ വേണ്ടി. പക്ഷെ അവൻ പറയാ എന്നെ മാത്രമേ വിളിക്കുള്ളൂ. അതെന്താ സംഭവം? കട്ടാക്കുന്ന നീ കട്ടാക്കോ? അവിടെ നിന്ന് കട്ടാക്കും. കണ്ടില്ല? ഇതുപോലെ വരുന്ന ഇത്ര നല്ലൊരു ചെക്കനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 12 മണി രാത്രി വരെ ഒരു പെണ്ണെ വിളിക്കാറില്ല. അങ്ങനെയുള്ളൊരു ചെക്കനെ കുറിച്ചാണ് പലതും നമ്മള് രാത്രി വെറുതെ ഇരിക്കുമ്പോ എടുത്തു. അപ്പൊ അങ്ങനെ സംഭവിച്ചു. സുഹൃത്തെ, ഇങ്ങോട്ട് വിളിക്കുമ്പോ മാത്രമാണ് പുള്ളി വെറുതെ ഇരിക്കുമ്പോൾ മാത്രം. വെറുതെ ഇരിക്കുവാണെങ്കിൽ 12 മണിക്ക് 1 മണിക്ക് ചുമ്മാ ഇരിക്കുമല്ലോ. ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അന്ന് എടുക്കും. ചിലര് മറ്റേ വിളിച്ചിട്ട് പറയും നിങ്ങളെ സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയും. നമ്മളത് കേട്ടും കട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യാൻ മറ്റേ മ്യൂസിക് എന്നുള്ള സാധനം കേട്ടോ. കാരണം അപ്പൊ ചോദിക്കാറുണ്ടോ? പച്ചക്ക് ചോദിക്കാറുണ്ട്. നമ്മള് ശാരീരികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ആറാട്ടിനോട് ഷെയർ ചെയ്തോ? പ്രശസ്തി കൊണ്ട് ചോദിക്കണേ. പക്ഷെ ഞങ്ങളോടൊരു പ്രതിമ പോലും ചോദിക്കല്ല. ഇല്ലടാ, പ്രതിമ പോലും തുണിക്കടയിൽ വെച്ചാണ് പ്രതിമയല്ലേ, അതുപോലും മിണ്ടറില്ല. ഞാൻ നോക്കി ചിരിക്കുമ്പോ ആ പ്രതിമ പോലും മിണ്ടാറില്ല. പക്ഷെ ഇവനെ ഡെയിലി ഇനി അവരുടെ ഇടികളെ മാത്രമേ കിട്ടാറുള്ളൂ. വിഷ്ണു കൊച്ചിക്കാരൻ ക്രിസ്ത്യൻസ് ആരും വിളിക്കാറില്ല. ഹിന്ദുസും മുസ്ലിംസും അവർക്കറിയാം. ഫാത്തിമ ഒരു പേര്. അത് പ്രേമിച്ച് വിളിക്കണേണോ? അല്ലല്ല, സൗഹൃദ ടോക്സാ. അപ്പൊ അത് നിന്നെ ഫേക്ക് ഐഡിയ നല്ല രീതിയിൽ വിളിക്കണേണോ? സോറി കേട്ടോ. അത് ഇപ്പൊ ഈ വിളിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാട്ടോ വിളിക്കുന്നത്, ഫ്രണ്ടായിട്ട്. ഓക്കെ ഞങ്ങൾ പറഞ്ഞു തന്ന മാറ്റർ മറ്റല്ലോ, അതുകൊണ്ടാണ്. സോറി, പ്രഷർ തെറ്റിദ്ധരിക്കരുത്. നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയത്. അപ്പൊ പ്രേക്ഷകരുടെ കാര്യം അഡ്വാൻസ് ആയിട്ട് പറയട്ടെ. പ്രേക്ഷകരുടെ അതല്ല തെറ്റിദ്ധാരണ വരും. അതുകൊണ്ടൊരു കാര്യം പറയാം. ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി ഫ്രണ്ടായിട്ടാട്ടോ വിളിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ ഉദ്ദേശമല്ല കേട്ടോ, ഫ്രണ്ടായിട്ട് തന്നെയാണ് വിളിക്കുന്നത്. ചാറ്റ് വല്ലതും വിളിച്ചിട്ടുള്ളൂ. ഇന്നലെ ഒരു 200 കോളാണ് ആറാട്ടനെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. 200 കോള്. കാരണം പുള്ളി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മയോട് പറഞ്ഞോ വീട്ടിൽ നിന്ന് പോകാന്നുള്ള കാര്യം? പേടിച്ചു പോയി. കാരണം നാളെ മൊത്തം മീഡിയക്കാർ വളഞ്ഞ് ആകെ പ്രശ്നമാവും. അതുകൊണ്ട് നിന്നെ നാറ്റിക്കാവുന്ന അത്ര നാറ്റിക്കും, നീ പെണ്ണുപിടിയനാണ്, കള്ളവടിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഇവനെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നാട് വിടുമെന്ന് പറഞ്ഞു. ആകെ 2 ടിക്കറ്റേ ഉള്ളൂ. ആ ടിക്കറ്റ് വേണമെങ്കിൽ ചേട്ടനും തരാം, ചേട്ടൻ വേറെ ഒരു ലേഡി ഫ്രണ്ടായിട്ട് പോയി കണ്ടോന്ന് പറഞ്ഞു. ആദ്യമേ സന്തോഷിച്ചു. ഈ തെണ്ടി നാളെ വരില്ല എന്ന് പറഞ്ഞത്. പിന്നെ എന്തൊക്കെ രാത്രി വിളിക്കുക ഞാൻ വന്നിരുന്നു പടത്തിന്. കാരണം ഒരുപാട് പേര് നമ്മള് മാറട്ടണ്ണൻ തമ്മിലുള്ള വീഡിയോസ് പിന്നെ നടീനടന്മാരും മെയിനായിട്ടുള്ള വീഡിയോസ് വരെ പിന്നെ ഫ്രോണ്ട് സൈഡിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പറയുന്നത് ഭീഷണിപ്പെടുത്തിയാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത, നാളെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പുള്ളി പോവാട്ടോ. നാളെ ഷാപ്പിൽ സീനാണ്, പുള്ളി കുടിച്ച് മരിക്കും. അല്ല, എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ നാളെ മറ്റേ ഇപ്പോൾ നടീനടന്മാരുടെ കൂടെയൊക്കെയുള്ള എന്തെങ്കിലും ചേർത്ത് മോശമായിട്ട് എന്തെങ്കിലും ന്യൂഡ് ഫോട്ടോസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആറാട്ടണ്ണൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല. അല്ല, ഇങ്ങനെ ആയിരിക്കില്ല. നമ്മൾ നല്ല രീതിയിലുള്ള ഇടുക്കിയല്ല, മെയിൻ സ്റ്റേഷനിലുണ്ടല്ലോ,